കേട്ടോ. ഏകദേശം 2 മാസം മുന്നേ ഞാൻ തമാശയ്ക്ക് ഒരു ഗിവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സീരിയസ് ആവും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം സാധനം എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഓൺ വോയിസിൽ ഇങ്ങനെ വരുന്നത്. എനിക്കറിയില്ല, എങ്ങനെ സംസാരിക്കാനും ഭയങ്കര ചമ്മലാണ്. സാധാരണ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഒരു സാധനം അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കാണിച്ചത്. നമ്മുടെ ഫെറാറോ റോഷർ. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫെറാറോ റോഷർ ചേച്ചി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കാത്തത് എന്നൊക്കെ. അപ്പം ഇന്നാണ് ആ സാധനം നമ്മുടെ കയ്യിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഒറിജിനൽ ഫെറാറോ റോഷറാണ്, ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനമൊന്നുമല്ല, ഒറിജിനൽ സാധനമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഗിവ് അവേ എന്നൊക്കെ പറഞ്ഞൊരു സാധനം കൊടുക്കുന്നത്. എനിക്കറിയില്ല അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. ഞാൻ വെറുതെ നമ്മളെ ഹസ്ബൻഡ് പെട്ടിയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട സമയത്ത് ഞാൻ വെറുതെ ഒരു ഫെറാറോ റോഷറിൻ്റെ ഒരു വീഡിയോ ഇട്ടു. അപ്പം 2-3 പേര് ചോദിച്ചു, ഇങ്ങനെ ചേച്ചി എനിക്ക് തരുമോ, ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മളിത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വെച്ചു, ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നോമ്പായിരുന്നു ആ സമയത്ത്. നോമ്പിൻ്റെ സമയത്ത് കൊടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലായിരുന്നല്ലോ. പിന്നെ ഇത് ഒറിജിനൽ തന്നെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒറിജിനൽ കോഴിക്കോട് എവിടെ കിട്ടും എന്ന് ഞങ്ങൾ കുറേ അന്വേഷിച്ചു അതുണ്ടായിരുന്നു. പക്ഷേ നോമ്പിന് എനിക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു മതി എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോഴാണ് സാധനം കിട്ടിയിട്ട് ഒരാഴ്ചയായി. ഇപ്പോഴാണ് അതിനൊരു വീഡിയോ ഇടാനുള്ള ഒരു ടൈം കിട്ടിയത്. അപ്പം ഈ ടൈം ഇനി കഴിഞ്ഞിട്ടില്ല. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനതിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് എന്നെ ഒന്നുകൂടി മെസ്സേജ് അയക്കുക. കാരണം എൻ്റെ കുറച്ച് നമ്പറൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, ഫോൺ മാറിയതുകൊണ്ട്. അപ്പം ആ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. നിങ്ങൾ എന്തായാലും പേഴ്സണലി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ 2-3 പേരുടെ മെസ്സേജൊക്കെ ഞാൻ എന്താ പറയുക എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ചില മെസ്സേജൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോടാ പാവെന്നൊക്കെ വിചാരിക്കും. കാരണം ഞാൻ കഴിച്ചിട്ടില്ല അതൊക്കെ പറയുമ്പോൾ ഭയങ്കര 2-3 മെസ്സേജൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അതൊക്കെ കേട്ടുമ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പം നിങ്ങൾ മെസ്സേജ് അയക്കാം വാട്സപ്പിൽ. ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി അയക്കാം. വലിയ കാറോ ഐഫോണോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ചെറിയൊരു സന്തോഷത്തിന് ഗിവ് അവേ എന്ന് പറഞ്ഞ തുടക്കം ഇതാവട്ടെ ഫെറാറോ റോഷർ. അപ്പം 2 നമ്മൾ കൊടുക്കുന്നുണ്ട്, 2 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് കാലിക്കറ്റുള്ള ആൾക്കാരൊക്കെ എന്തായാലും മെസ്സേജ് അയച്ചു ഞാൻ പരിഗണിക്കും. കാരണം എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും സീനില്ല. നിങ്ങൾ എന്തായാലും മെസ്സേജ് അയക്കാം. എനിക്കിഷ്ടപ്പെട്ടൊരു മെസ്സേജ് ഞാൻ എന്തായാലും ഇത് കൊടുക്കും. ഇപ്പോഴാണ് ഞാൻ സാധനം എനിക്ക് കൈ കിട്ടിയത്. കാരണം കൊടുക്കുന്ന സാധനം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തന്നെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ ഫെറാറോ റോഷർ ഞാൻ ആമസോണിലൊക്കെ നോക്കിയപ്പം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ഇതില്ല. എന്തായാലും നമ്മൾ ക്യാഷ് വാങ്ങുന്ന സാധനം കുറച്ച് ഫ്രഷ് സാധനം കൊടുക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ദുബായിൽ ഇമ്പോർട്ട് ചെയ്തതാണ്. 2 കൊല്ലം മുന്നേ ഞാൻ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫെറാറോ റോഷർ. പക്ഷേ ഇത്ര വലിപ്പമുള്ളതല്ല, ചെറിയ ഫെറാറോ റോഷർ ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കിട്ടിയിട്ടുള്ളത്. ടേസ്റ്റൊന്നും വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നല്ല ഫ്രഷ് സാധനം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. കാരണം പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. പിന്നെ ഒറിജിനൽ എവിടെ കിട്ടും എന്ന് എനിക്കറിയില്ലായിരുന്നു. കോഴിക്കോട് എവിടെ കിട്ടും ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് എന്നുള്ള സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിന് ഓടി നടക്കാനുള്ള ഒരു ടൈമോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയും ലേറ്റായി പോയതിന് സോറി. അപ്പം എനിക്ക് പിന്നെയും ഒരുപാട് മെസ്സേജ്, ഞാൻ പിന്നെ അത് ഒഴിച്ചു വിട്ടു, മതി എന്നാൽ കൊടുക്കണ്ടാലോ എന്ന് വരെ ചിന്തിച്ചു. പിന്നെയും മെസ്സേജ് വന്നപ്പോൾ എനിക്കെന്തോ തോന്നി, പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ ചെയ്യണ്ടല്ലോ.